സൗബിന്റെ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മച്ചാന്റെ മാലാക എന്നാണ് സിനിമയുടെ പേര്. ശരിക്കും മച്ചാന്റെ വടയക്ഷി എന്നാണ് പേരിടേണ്ടത്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ, ഈ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമ എന്നൊന്നും വിളിക്കാൻ പാടില്ല. സിനിമ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സിനിമ പോയി ആത്മഹത്യയും. അത്രയും കിടിലം പടമാണ്. പിന്നെ ഞാൻ അതിന്റെ പിന്നാലെ തൂങ്ങേണ്ടി വരും. ഒരു നിർഗുണ നിർവികാര സീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇതിന്റെ ഡയറക്ടർക്ക് സീരിയൽ എടുക്കാൻ നല്ല കഴിവുണ്ട്. ആൻഡ് ഐ ബേസിക്കലി അപ്രീഷിയേറ്റ് ദാറ്റ് ബ്രോ. സോ നമുക്ക് ഒരു KSRTC ബേസ്ഡ് പടം, ഇതിൽ നമ്മുടെ നായകൻ KSRTCയിലെ കണ്ടക്ടറാണ്. KSRTC ബേസ്ഡ് പടം പറയുമ്പോൾ ഓർഡിനറി ആണ് നമ്മുടെ മനസ്സിലോട്ട് വരിക. ഇത് ഓർഡിനറിക്ക് പകരം റാഖേൽ മകൻ കോര വൈബാണ് തരുന്നത്. റാഖേൽ മകൻ കോരയില് പടം പന്നപ്പടമാണെങ്കിലും മെറിൻ വെറുപ്പിച്ചിട്ടില്ല. ഇതിൽ നമിത പ്രമോദ് വെറുപ്പിച്ച് നരകം കാണിച്ചിരുന്നു വേണമെങ്കിൽ പറയാം. ഇതിന് ഡയറക്ടർക്ക് സീരിയൽ എടുക്കാനെ കഴിവ് പറയാൻ കാരണം അതിക്രൂരയായ നായിക, അതിലും ക്രൂരയായ നായികയുടെ അമ്മയായ ശാന്തി കൃഷ്ണ. വളരെ പഞ്ചപാവമായ നായകൻ, വാഴപ്പിണ്ടി പോലും നട്ടല്ലില്ലാത്ത ഒരു നായകനാണ്. അതുപോലും ഇല്ലാത്ത അമ്മായപ്പനാണ് ആൾക്കുള്ളത്. ആള് മിലിറ്ററി ആണ് കേട്ടോ. സോ ഈ നട്ടലിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന് പെട്ടെന്ന് എമ്പുരാനാണ്. സിനിമയിൽ ഫുൾ L ആണെങ്കിൽ പോലും സിനിമാക്കാർക്ക് നട്ടലില്ലാതെ പോയി. ഇതിൽ L-ഉം X-ഉം Y-ഉം W ഒന്നും ഇല്ലെങ്കിലും ഒരൊറ്റ ഒരുത്തന്നെ നട്ടല് പറയുന്ന സാധനവും ഇല്ല. ഈ നായകന് എന്ത് പറ്റും എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്കിൽ വെള്ളിയാഴ്ച നിർത്താൻ പറ്റുന്ന എപ്പിസോഡ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എന്റെ പൊന്നെണ്ണ സീരിയലായിട്ട് എടുക്കായിരുന്നില്ലേ? ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി ആയിട്ട് പറഞ്ഞ് നമ്മൾ LKG പിള്ളേരെ മിഠായി കൊടുത്ത് കഴിഞ്ഞിട്ട് അടി ഉണ്ടായിട്ടുണ്ട്, തിരിച്ച് താടാ എന്റെ മിഠായി എന്നൊക്കെ പറയില്ലേ. ഇതിൽ നമിത പ്രമോദ് മറ്റേ സൗബിന് കിഡ്നി കൊടുക്കും. എന്നിട്ട് ഇവര് തമ്മിൽ ഡൈവേഴ്സ് ആവുന്നായപ്പോ പറയാം എന്റെ കിഡ്നി തിരിച്ചു തരാടാ, ലാലേട്ടൻ വാടാ എന്നൊക്കെ പറയുന്ന പോലെ കിഡ്നി തിരിച്ചു തരാൻ. ഈ മറ്റേ ഡൈവേഴ്സ് ചെയ്യുമ്പോൾ ആലിമണി ഒക്കെ ചോദിക്കില്ല, അതേപോലെ യവനാടെ ഇതൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കും. എനിക്ക് മനസ്സിലാവില്ല എന്ത് ബോധത്തിലാണ് എഴുതുന്നതെന്നൊക്കെയാണ്. എന്തോ ഭാഗ്യത്തിന് ഹൃദയം തരാൻ പറയാത്തൊക്കെ ഭാഗ്യമായി പോയി. സോ ഇതില് നമ്മുടെ നമിത പ്രമോദിന്റെ പെർഫോമൻസ് ആദ്യം കണ്ടു കഴിഞ്ഞാൽ അമ്മിക്കല്ലിട്ട് കൊല്ലാൻ തോന്നും, അത്രയും വെറുപ്പിക്കലാണ്. അപ്പോഴാണ് ശാന്തി കൃഷ്ണയുടെ ക്യാരക്ടർ വരിക. രണ്ടിന്റെയും വായയില് പന്നിപ്പടക്കം വെച്ച് പൊടിച്ച് കൊല്ലാൻ അമ്മാര് വെറുപ്പിച്ചിരിക്കുന്നത്. സോ ടുവേർഡ്സ് എൻഡ് അവരെന്ത് ഇമോഷണൽ സീൻസ് ഒക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഒട്ടും വർക്കായിട്ടില്ല. സ്വന്തം മകൻ മരിച്ചു പറഞ്ഞിട്ട് ഒരു സീനുണ്ട്. അതിൽ അയാൾ പറയുന്നത് നമുക്ക് കേട്ടപ്പോ എന്തോ മാങ്ങ പിള്ളേർ എറിഞ്ഞിട്ട് കൊണ്ടുപോയ പോലെ ഒരു ലാഘവത്തിലാണ് പറയുന്നത് മകൻ ആത്മഹത്യ ചെയ്തൊക്കെ. ഇമോഷണൽ സീൻസ് വർക്ക് ആയിട്ടില്ല. 1-2 കോമഡി അവിടെ ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഈ സിനിമയ്ക്ക് പോസിറ്റീവ് ഉണ്ട്. എല്ലാ സിനിമയ്ക്കും പോസിറ്റീവ് ഉള്ള പോലെ ദിലീഷ് പോത്തനാണ് ഈ സിനിമയിൽ ആകെ ഒരു പോസിറ്റീവ്. ഈ സിദ്ദിഖിനെയൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ നടനാണ് ദിലീഷ് പോത്തൻ. പടം തനി കൂറപ്പടമാണ്. ഈ ആൾക്ക് കൊടുത്ത ക്യാരക്ടർ ആൾ വൃത്തിയായി ചെയ്യുന്നുണ്ട്. ഇതിലും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. യൂഷ്വലി സൗബിന്റെ പടത്തിൽ എന്തെങ്കിലും ഉണ്ടാവും, മിനിമം ക്വാളിറ്റി ഉള്ള പടമാണ്. ഇതിൽ സൗബിന് ഒരു നിർവികാരം ഉള്ള ഒരാളാണ്. ഒരൊറ്റ എക്സ്പ്രഷൻ ആളുടെ മുഖത്തില്ല. സോ എന്തിന് ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യുന്നു എനിക്ക് അറിയില്ല. സൗബിന് പ്രോപ്പറായിട്ട് ഡയലോഗ് പോലും പറയുന്നില്ല. സോ എനിക്ക് ഒട്ടും വാക്കാവാത്ത പടമാണ്. ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഇഫ് യു ഹാവ് ടൈം, ട്രൈ ഇറ്റ് ഔട്ട്.